ശ്രീനാരായണായേതി സർവം സമർപ്പയാമി. നമസ്കാരം. ഞാൻ വിജേന്ദ്രകുമാർ, ശിവഗിരി സംരക്ഷണ സംഘം ചെയർമാൻ. നമ്മുടെ കുട്ടികളുടെ ഭാവി, അവർക്കൊരു ജോലി, അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി, അവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലി, അതിലെത്തിക്കുവാൻ വേണ്ടി രക്ഷകർത്താക്കളുടെ വ്യഥ അത്യധികമാണ്. അതിനുള്ള സപ്പോർട്ട് പലപ്പോഴും സിസ്റ്റത്തിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ നിന്നോ ലഭിക്കാറില്ല. ബോധപൂർവം ഗുരുദേവ വാക്യം, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവാൻ വേണ്ടി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ വേണ്ടി, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി, ഏറ്റവും നല്ല പ്രൊഫഷണൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ബേസ്മെൻ്റാണ് 21/4/2024 രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ശിവഗിരി വട്ടപ്പലാമൂട് ആശ്വാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാം. ഏറ്റവും മികച്ച ആത്മാർത്ഥമുള്ള, സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള സിവിൽ സർവൻ്റായിട്ടുള്ള ശ്രീമതി പാർവതി വിമൽ പ്രകാശ് IAS, തിരുവനന്തപുരം CBC സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബഹുമാന്യ വ്യക്തിയാണ്. അവർ എങ്ങനെ ഈ സിവിൽ സർവീസ് നേടി, എന്തെല്ലാം ഹസാർഡുകളുണ്ടായിരുന്നു, നമ്മുടെ കുട്ടികൾ എങ്ങനെ സിവിൽ സർവീസ് നേടാം എന്നുള്ള ഒരു ക്ലാസ്സാണ് അതിനകത്തൊരു ഭാഗം. മറ്റൊരു ഭാഗം ഏറെ ബഹുമാനായ സൈനിക സേവനത്തിൽ നിന്നും റിട്ടയർഡായ കേണൽ വിജയൻ അവർകൾ. അദ്ദേഹം സൈന്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ എത്തിക്കാം, അതിൻ്റെ ഓഫീസർ കാഡറിലേക്ക് എങ്ങനെ എത്തിക്കാം, എത്ര വയസ്സ് വരെയാണ് അതിന് അപ്ലൈ ചെയ്യേണ്ടത്, 25 വയസ്സ് കഴിയുമ്പോൾ മേജറായിട്ടുള്ള തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ സേവന സാധ്യതകൾ അടയും. ഒരുപക്ഷെ മറ്റേതൊരു സേവനത്തിന് കിട്ടുന്നതിനെക്കാട്ടിലും റെമ്യൂണറേഷനും സമൂഹത്തിൽ അംഗീകാരവും ഒക്കെ കിട്ടുന്ന സൈന്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഉള്ള മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം ഡയറക്ടറായിട്ടുള്ള ചേർത്തലയുള്ള സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്ന സ്ഥാപനം വിവിധ സംരംഭങ്ങളിലേക്ക്, എഴുത്തുപരീക്ഷയ്ക്ക്, ഇൻ്റർവ്യൂവിന്, കായിക പരിശീലനം, ഇവയ്ക്കെല്ലാം തന്നെ പരിശീലനം നൽകി അവരെ അർഹതയുള്ള കാൻഡിഡേറ്റ്സായി മാറ്റുന്നു. അവിടെ ട്രെയിനിങ് കിട്ടിയ ഇതിലുള്ള പ്ലേസ്മെൻറ്റ് നിരക്കെന്ന് പറയുന്നത് 95%. 95% പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അവരുടെ തിരക്ക് ഒരുപക്ഷെ അതുപോലെ സിമിലറായിട്ടുള്ള ഇവർ സേവനം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഇതുപോലുള്ള സിമിലറായിട്ടുള്ള ആൾക്കാർ മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങിയാണ് ഇങ്ങനെയുള്ള ലെക്ചർ ചെയ്യാറുള്ളത്. അത് നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ എല്ലാവർക്കും എത്തിക്കുകയാണ്. കുടുംബമായിട്ട് 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾ കുടുംബമായിട്ട് വന്ന് AC ഹാളിൽ തന്നെ ഇരുന്ന് ഈ പ്രഭാഷണം കേൾക്കുക. അതിനുശേഷം അവിടെ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക. ത്രൂ ഔട്ട് ജീവിതം മുതൽ ആ കുട്ടിക്ക് ജോലി കിട്ടുന്നത് വരെ അവരെ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ സംഘടനയുടെ പ്ലേസ്മെൻറ്റ് സെല്ല് രൂപീകരിച്ച് അതിനകത്ത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് ആ കുട്ടികളുടെ അടുത്ത് ജോലി കിട്ടുന്നവരെ, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അവർക്ക് ഏറ്റവും അർഹതപ്പെട്ട, അവരെ കൊണ്ട് കഴിയുന്ന, ഒരുപക്ഷെ അവർക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്നതിലേക്ക് അവർക്ക് കഴിയും, ഒരു സിവിൽ സർവൻ്റ് പോലും ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അതിൽ കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവരെ ജോലി കിട്ടുന്നതുവരെ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മുടെ സംഘടനയിൽ നിന്നുണ്ട്. ആ സുപ്രധാനമായ തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരാൻ വളരെ ചിലവുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടി സമാന മനസ്കരെ ആയ ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നാണ് ഇപ്പോൾ ഈ ക്ലാസ് നടത്തുന്നത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറകിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അവർക്കത് ജീവിതത്തിലുള്ളൊരു മുതൽക്കൂട്ടായി മാറും. അപ്പോൾ നമ്മുടെ സംഘടനയിൽ ഞാൻ ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാവട്ടെ, ആ കുട്ടിക്ക് ജോലി കിട്ടുന്നതുവരെ ആ കുട്ടിയുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക. ആ നിർദ്ദേശം അവർക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. അവരെ നല്ല ജോലി കൊണ്ട് എത്തിക്കുന്നവരെ ബദ്ധശ്രദ്ധരായിരിക്കും. അതിന് വേണ്ടുന്ന നടപടികൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വരുന്നവർക്ക് കിട്ടാവുന്ന നേട്ടം ഗുരുദേവൻ്റെ അനുഗ്രഹം അളവില്ലാതെ അവരുടെ മേൽ ചൊരിഞ്ഞതാണെന്ന് ഞാൻ പറയും. ഗുരുദേവൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട്, ശിവഗിരിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുട്ടികളെ ഒപ്പം ഈ പരിപാടിയിലൊന്ന് പങ്കെടുക്കുന്നതിന് പുറമെ
ഈ സമീപത്തുള്ള നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും പറഞ്ഞ് ഇവിടെ പങ്കെടുപ്പിക്കുക. ഇവിടെ ഒരു പൈസ പോലും രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. ഇവിടെ വന്ന് ഫുൾ ടൈം ഇരിക്കുന്നതിനുള്ള ആഹാരവും ഏറ്റവും നല്ല ഇരിപ്പിടം, AC സ്ഥലത്തുള്ള ഇരിപ്പിടം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വന്ന് ഇത് അറ്റൻഡ് ചെയ്ത് ആ ജോലി സമ്പാദനം എന്നുള്ള ഭാഗത്തേക്ക് നീങ്ങിയാൽ മാത്രം മതി എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുരുദേവന്റെ അനുഗ്രഹം അളവില്ലാതെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.